ഹലോ ഗൈസ്, നമ്മൾ കൊഞ്ചച്ചാർ ഉണ്ടാക്കാൻ പോവാം. നമ്മൾ കൊല്ലം പോയിട്ട് വന്നപ്പോഴത്തേക്ക് 150 രൂപയ്ക്ക് കുറേ കൊഞ്ച് കിട്ടി. പറയുന്നത് വെച്ചാൽ ഇത് നിറച്ച് ഇത് നമുക്ക് അച്ചാറാക്കാം. നമ്മളിനി ഇത് വറക്കാനുള്ള പൊടികളൊക്കെ ഇടുക. ഉപ്പ്, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി. അധികം ആർഭാടങ്ങളൊന്നുമില്ല. ഒരു സിമ്പിൾ അച്ചാറാട്ടോ. കിടക്കുന്ന കിടപ്പ് നോക്ക്. ഇത് ഇന്നലെ വാങ്ങിച്ച കേട്ടോ, ഇന്നത്തെ അല്ല. ഞാൻ കൂടെ കൂടി ഇങ്ങനെ കേട്ടോ കേട്ടോ പറയും. ഇപ്പൊ നിങ്ങൾ കമന്റിൽ കേട്ടു കേട്ടു എന്ന് ഇടുക. വീഡിയോ കണ്ടാൽ മാത്രം പോരാ ഗൈസ്, സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. എന്നും കാണണം. മതി, ഇന്ന് കൂടി മതി. ഞാനാണ് ഗൈസ് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത്, പാചകം ചെയ്യുന്ന നൈനെ. ഈ കൊഞ്ചിനെ നമുക്ക് വറുത്തെടുക്കണം. കുറച്ചു നേരം നമ്മുടെ കുട്ടപ്പനായിട്ട് തന്നെ കിടക്കട്ടെ. അപ്പോഴത്തേക്കും വറുത്തെടുക്കാം. ഞാൻ അടുപ്പിൽ വെക്കാൻ പോയതാ. അതിന് മുന്നെയാണ് ഗ്യാസിനകത്ത് സാധനങ്ങളൊക്കെ വെക്കാൻ മറന്നുപോയി. നമ്മൾ പാത്രമൊക്കെ ഐശ്വര്യമായിട്ട് വെച്ച്, സാധാരണ ഇരുമ്പേട്ട് എല്ലാവരും വെക്കുന്നത്. ഇവിടെ അസിസ്റ്റന്റ് ഉരുളി എടുത്ത് വെച്ചേക്കുന്നത്. എല്ലാവരും നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം. ഇരുന്ന് എല്ലാവരും വീഡിയോ ഒക്കെ പറ്റുമെങ്കിൽ കാണണം, ഷെയർ ചെയ്യണം, ഒക്കെ ചെയ്യുക കേട്ടോ. വെള്ളം വെക്കാത്ത പാത്രത്തിൽ എണ്ണ ഒഴിച്ച അസിസ്റ്റന്റ് ചെറിയ ചെറിയ അബദ്ധങ്ങളൊക്കെ പറ്റും. കുറച്ചും കൂടെ ഇന്ന് വാങ്ങിച്ച വിളിച്ച് നമ്മൾ ഇന്ന് തന്നെ തീർക്കും മിക്കാറും. എന്തായാലും എണ്ണയ്ക്ക് ഇത്തിരി വില പറഞ്ഞിട്ടുണ്ട്. ആർഭാടത്തിന് വേണ്ടിയിട്ട് യൂട്യൂബിൽ കണ്ട എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ തോന്നുന്നു കണ്ടിട്ട് അങ്ങനെ അങ്ങ് നീളത്തി ഇട്ടാൽ മതി. നീളത്തി അങ്ങ് വെച്ചാൽ കണ്ണിൽ എണ്ണ തെറിച്ചു. നോക്കാൻ നിൽക്കണ്ട, നമുക്കിനി കൊഞ്ച് പറക്കിയിടാം. ബാക്ക്ഗ്രൗണ്ടിൽ പോയി കൊഞ്ചടി കൊണ്ടൊരു മ്യൂസിക് ഒക്കെ കൊടുക്കാം. ഇങ്ങനെയാണോ കൊഞ്ചിടുന്നത്? തോരൻ വെക്കുവാന്നോ അതിനെ? ഇതേപോലെ ആരും ഉണ്ടാക്കരുത് കേട്ടോ. ഞങ്ങൾ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇതുണ്ടാക്കുന്നത്. ഞങ്ങളുടെ മെയിൻ കുക്ക് ബ്രേക്ക് എടുത്തോണ്ട് ഞങ്ങൾ തന്നെ ട്രൈ ചെയ്യാൻ നോക്കി. കാരണം ഇത് ഓരോന്നും നുള്ളിനുള്ളിൽ ഇട്ടാ വെക്കണ്ട. കുഴപ്പമില്ല, ഇങ്ങനെയാണ് കഴിച്ചാൽ പോരെ. അപ്പൊ ഇപ്പൊ ഞാൻ മെയിൻ കുക്ക് പരിപാടികളൊക്കെ ഏറ്റെടുത്ത് അസിസ്റ്റന്റിനെ ക്യാമറാമാൻ ആക്കി. ഇനി വലിയ പരിപാടികളൊന്നുമില്ല, അസിസ്റ്റന്റ് ആവശ്യം നമുക്കില്ല. ഇനി ഇതിനകത്ത് കുറച്ച് പൊടികളൊക്കെ ഇടുന്ന പരിപാടി ഉണ്ട്. അപ്പൊ മെയിൻ കുക്കിന്റെ മദർ വരും. പൊടികൾ എടുത്ത് തരുമ്പോൾ മെയിൻ കുക്ക് ആഡ് ചെയ്യും. അതാണ് നമ്മുടെ നെക്സ്റ്റ് പരിപാടികളൊക്കെ. ഇനി ഇത് വറുത്ത് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. വറക്കാൻ നേരത്തെ എന്തോ എണ്ണ കൂടിപ്പോയതൊരു മിസ്റ്റേക്ക്. എണ്ണയ്ക്കത് എങ്ങനെ കൊഞ്ച് തിളയ്ക്കുന്നു, ഇതാണ് എന്റെ സംശയം. എന്തായാലും എന്തെങ്കിലുമൊക്കെ ആയിത്തീരും. ഞാൻ ഹോണസ്റ്റ് റിവ്യൂ പറയാം ഗൈസ്. കൊള്ളാമെങ്കിൽ കൊള്ളാം, കൊള്ളത്തില്ലെങ്കിൽ കൊള്ളത്തില്ല. ഇത്രയും കൊഞ്ച് വറച്ചെടുക്കാനായിട്ട് 2 മണിക്കൂറോളം വേണ്ടി വന്നു. അതുകൊണ്ടാണ് ഇതൊന്നും നിൽക്കാറ്. ചൂരയായിരുന്നെങ്കിൽ എളുപ്പമായിരുന്നു. ആരെങ്കിലും കണ്ടിച്ച് നമുക്കിന്ന് ഉണ്ടാക്കി. അതൊന്നും കണ്ടിച്ചല്ലോ. വലിയ ചൂര കണ്ടിക്കാൻ പാടാം. ചെറിയ ചൂരി, ചാള, മത്തി, അയല ഇതൊക്കെ കണ്ടിക്കാം. പക്ഷെ ചൂരയൊന്നും ഞാൻ വെട്ടിയാൽ വരത്തില്ല. അപ്പൊ അതിനൊക്കെ ഓപ്ഷൻ ഉണ്ടല്ലോ, നമുക്ക് കണ്ടിച്ച് വാങ്ങിക്കാനായിട്ട് പറ്റുമല്ലോ. അതുകൊണ്ട് ആരും എന്നെ പഞ്ഞിക്കിടാൻ വരണ്ട. നമുക്കിനി ഇതിനെ കോരി എടുക്കാം. ഇതുവരെ വലിയ കുഴപ്പമില്ലാതെ പോയി. നിങ്ങളുടെ സ്റ്റെപ്പ് സിമ്പിളാണ്. ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കുന്നത്. നെക്സ്റ്റ് കയ്യിൽ നിന്ന് അബദ്ധം പറ്റിയതാ. പൊട്ടാത്ത കടുക് തീമിയിട്ടുണ്ട്. നമുക്ക് ഇട്ടതാ. കുറച്ച് കടുക് ഇടാം. എത്ര കടുക് മതിയോ? മതിയായിരിക്കും. അതിൽ തന്നെ ഏറ്റവും ഇടുന്നത്. രണ്ടു ഇരിക്കട്ടെ. അതെ, പൊട്ടിക്കളിക്കട്ടെ. ഇതിൽ നിന്ന് കടുക് ഇടുന്ന പൊട്ടാത്ത കടുക് കുറച്ച് നമ്മുടെ വറുത്തതിനകത്ത് വീണ. ബാക്ക്ഗ്രൗണ്ട് വീട് പണി നടക്കുന്നുണ്ട് കാര്യം. ഞങ്ങളുടെ വീട്ടിൽ പുതിയ വീട് പണിയുന്നു. മൊത്തം കറിവേപ്പിലാണ് കടയുന്നത്. കറിവേപ്പില അഗെയിൻ ഫ്രം ചെറുമൂട്. ചെറുമൂട് എവിടെ അറിയാവോ? കുണ്ടറ കഴിഞ്ഞ ആരെങ്കിലുമൊക്കെ ബ്ലോഗ് കാണണമെങ്കിൽ കമന്റ് ഇടുക. ഫുൾ കമന്റാണ്. പാചകം പഠിക്കാൻ വേണ്ടി ആരും ഈ ബ്ലോഗ് കാണരുത്. പൊട്ടട്ടെ. പൊട്ടി. നമ്മൾ ഇടാൻ പോണ സ്വാഹ. ഇടയ്ക്കിടയ്ക്ക് അപശബ്ദങ്ങളൊക്കെ ഉണ്ടാവും. ഇനി നമുക്ക് ഇനി കാണിക്കും. എല്ലാവരും അരിഞ്ഞു വെച്ചായിരുന്നു. ഞാൻ ചെയ്തില്ല. നയന അരിഞ്ഞു വെച്ചേട്ടോ. ഇനി നമുക്ക് ഇത് അരിയും. എല്ലാവരും അരിയും, നമ്മൾ അരിയും. നമുക്ക് അങ്ങനെ ഒരു പ്രശ്നമല്ല. അതിനകത്ത് ഇഞ്ചിയും പച്ചമുളകും അതും എല്ലാം ഓൾറെഡി അരിഞ്ഞു വെച്ചേക്കുക. ഇതിനൊക്കെ എടുത്ത് ഇട്ടാൽ അത് നോക്കിക്കോ. തട്ടാൻ പോവാണ്. ഇരിയട്ടെ. നമുക്ക് അളവും കണക്കൊന്നുമില്ല കേട്ടോ. അതാ പറയുന്നത് പാചകം പഠിക്കാൻ വേണ്ടി ആരും കാണുന്നത്. ഞാൻ പാചകം പഠിക്കാൻ വേണ്ടി കണ്ടു. എണ്ണ കറക്റ്റായിരുന്നു.
നീ ഇതൊന്ന് വഴണ്ട് വരണം. അപ്പത്തേക്ക് നിങ്ങൾ ഈ ഫസ്റ്റ് എടുത്ത് വരും. ഇതിനകത്ത് ഉപ്പിടാൻ അസിസ്റ്റന്റ് ഇത്ര ഞാൻ അതിൽ എത്തിച്ചിട്ടുണ്ട്. വലിയ ടാസ്ക് ഒന്നും ഇല്ല, എല്ലാവർക്കും ചെയ്യാറുണ്ട്. ഇതിന്റെ ഇടയ്ക്ക് നമ്മൾ കുറച്ച് താഴെ ഇട്ടായിരുന്നു, അത് എടുക്കാൻ മറന്നുപോയി. പിന്നെ ഇതിനകത്ത് മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞപ്പൊടി, ഉലുവപ്പൊടി ഇതെല്ലാം കൂടെ എടുത്തതാണ്. ഇത് ഞാൻ ഇടാൻ പോവുക. ഇതിനൊന്നും നമുക്ക് ഒരളവില്ല. ഇട്ട ഒരുപാട് ഇട്ടൊന്നും കരിക്കത്തില്ല. നമ്മൾ നമ്മുടെ കൊഞ്ചിനെ തട്ടാൻ പോവുക. കൊഞ്ചടി 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 ഇതിനകത്ത് എണ്ണ എടുക്കാൻ കൂടുതലാണ് തോന്നുന്നത്. കൊഞ്ച് അതിനകത്ത് വീണ് കഴിഞ്ഞിരിക്കുന്നു. ഫൈനലി ഇളക്കാണ്. അങ്ങനെ സ്വാദിഷ്ടം ആണെന്ന് തോന്നുന്നു ആയിട്ടുള്ള നമ്മുടെ കൊഞ്ചച്ചാർ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നു. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പൊ